സംഘം ഭാരതത്തെ നമ്മുടെ അമ്മയായിട്ടാണ് കാണുന്നത്. അമ്മയെ ഇങ്ങനെ കെട്ടിയിട്ട് ഉള്ള അവസ്ഥയിൽ ഞങ്ങൾക്ക് അങ്ങനെ വെറുതെ ഇരിക്കാൻ സാധിക്കുകയില്ല. ശരിക്കും ഇരുണ്ട കാലഘട്ടമായിരുന്നു. ഏകാധിപതിയെ പോലെ സ്വന്തം കസേര രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ശ്രീമതി ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതാണ്. സത്യാഗ്രഹത്തിന് പോകുന്ന സമയത്ത് തന്നെ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മരണം വരെ സംഭവിക്കാം, എപ്പോൾ തിരിച്ചു വരുമെന്ന് പറയാൻ സാധിക്കില്ല. ധൈര്യം ശരിക്കും സംഘത്തിൻ്റെ ഇതാണ്. പിന്നെ സംഘത്തിൻ്റെ നിർദ്ദേശമാണ് ഭാരതത്തിന് വേണ്ടി നമ്മൾ എന്തും ചെയ്യാനായിട്ട് തയ്യാറാവണം എന്നുള്ള ഇത്. ലാത്തി ചാർജായിരുന്നു, ഓർഡറാന്ന് പറഞ്ഞു. പക്ഷേ ആരും ഓടിയില്ല. കൊച്ചു പിള്ളേരാണ് ശരിക്കും പറഞ്ഞാൽ. ഭാരത് മാതാ കി ജയ് മുദ്രാവാക്യം വിളിച്ചിട്ടാണ് ഞങ്ങൾ ആ വടിവെച്ച് ഒരൊറ്റ അടി അടിച്ചത്. എൻ്റെ ഇവിടെ കിടന്നുകൊണ്ട് തല്ലുകൊണ്ടു. പട്ടിയെ തല്ലുന്ന പോലെയാണ് അവർ തല്ലിയത്. എല്ലാവരും തല്ലിയിട്ടും ഓടുന്നില്ല എന്നുള്ളൊരു ഇത് വന്നപ്പോഴേക്കും അവർക്ക് വാശിയായി. ഭയങ്കരമായിട്ട് അടിച്ചു. കാലുകളൊക്കെ മരവിച്ചു പോയി. ഉണ്ടെന്ന് തോന്നുന്നില്ല. നടയടി എന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും അടിച്ചകത്തേക്ക് കയറ്റി. എന്നിട്ട് ഫുട്ബോൾ കളിക്കുന്ന പോലെയാണ് ചവിട്ടും, പുറത്ത് മുട്ട് കൈ വെച്ച് ഇടിയും, കാൽമുട്ട് വെച്ച് വയറിൻ്റെ അടിഭാഗത്തും നെഞ്ചിലും ഒക്കെ അവരിടിച്ചു. നമസ്കാരം. അടിയന്തരാവസ്ഥ കാലത്തെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ ഇന്ന് എനിക്കൊപ്പം ഉള്ളത് ആർ അനന്തകമ്മത്താണ്. നമസ്കാരം. നമസ്കാരം. അഞ്ചി, ഈ അടിയന്തരാവസ്ഥ കാലഘട്ടം എന്ന് പറയുന്നത് നമുക്കറിയാം വളരെ ബുദ്ധിമുട്ടേറിയ അല്ലെങ്കിൽ ജനാധിപത്യം മരിച്ചുപോയ ഒരു സമയമായിട്ടാണ് നമ്മളതിനെ കാണുന്നത്. എങ്ങനെയാണ് ആ കാലത്തുണ്ടായ അങ്ങേക്കുണ്ടായ അനുഭവങ്ങൾ? അടിയന്തരാവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ ശരിക്കും ഇരുണ്ട കാലഘട്ടമായിരുന്നു. പത്രസ്വാതന്ത്ര്യമില്ല, അതുപോലെ ഈ പൗരസ്വാതന്ത്ര്യം തീരെയില്ല. ആകെ 5 പേര് എവിടെയെങ്കിലും കൂടി നിന്നെങ്കിൽ പോലീസ് രാജാണ് ശരിക്കും പറഞ്ഞാൽ. പ്രതിപക്ഷ നേതാക്കളെയൊക്കെ ജയിലിലടച്ചിട്ടുണ്ട്. അടൽജി, അതുപോലെ നമ്മുടെ അദ്വാനിജി എല്ലാവരും അടക്കം എല്ലാവരെയും സെൻറ്ററിൽ ജയിലിലടച്ചു. അഭിപ്രായ സ്വാതന്ത്ര്യമില്ല. ഈ ഏകാധിപതിയെ പോലെ സ്വന്തം കസേര രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ശ്രീമതി ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതാണ്. കൊച്ചിയിലെ കാര്യം ഞാൻ പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഭീതിയുള്ള അന്തരീക്ഷമായിരുന്നു ആകെക്കൂടി. കാരണം പോലീസ് രാജാണ്, എല്ലാ സ്ഥലത്തും പോലീസ് ഓടി നടക്കുന്നു. ആകെക്കൂടെ ഒരു സ്വാതന്ത്ര്യമില്ല എന്നുള്ള ഒരു സിറ്റുവേഷനാണ്. ആ സമയത്ത് അതിനിടയ്ക്ക് തന്നെ ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ജൂൺ 25-ാം തീയതിയാണ്, അർദ്ധരാത്രി. ഒരു ജൂലൈ മാസത്തിൽ, എനിക്ക് ജൂലൈ 1 മറ്റോ RSS സംഘം നിരോധിച്ചു. അപ്പോൾ സംഘത്തിൻ്റെ പ്രവർത്തകരായിരുന്നു ഞങ്ങളൊക്കെ. ഞാനൊരു 4 ശാഖകൾ ഉൾക്കൊള്ളുന്ന ഒരു ഭാഗ്, നേതാജി ഭാഗ്, അതിൻ്റെ കാര്യവാഹകമായിരുന്നു. 19 വയസ്സായിരുന്നു എനിക്കന്ന്. പ്ലസ് ടു അല്ല, അന്ന് പ്രീ ഡിഗ്രി കഴിഞ്ഞേ ഉള്ളൂ. ആ സമയത്താണ് ഈ ഇത് വരുന്നത്. പ്രീ ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുകയാണ്. കോളേജിൽ ബികോമിന് ചേരണം. അതിനുവേണ്ടി നിൽക്കുന്ന സമയത്താണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. സംഘത്തിന് നമുക്കറിയാം, സംഘം ഭാരതത്തെ നമ്മുടെ അമ്മയായിട്ടാണ് കാണുന്നത്, സങ്കല്പിക്കുന്നത്. അപ്പോൾ അമ്മയെ ഇങ്ങനെ ഒരു കെട്ടിയിട്ട രീതിയിൽ ഉള്ള അവസ്ഥയിൽ ഞങ്ങൾക്കങ്ങനെ വെറുതെ ഇരിക്കാൻ സാധിക്കുകയില്ല. അത് നമ്മുടെ മനസ്സിന് ആഴത്തിൽ മുറിവേൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെതിരായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തിൽ നിൽക്കുമ്പോഴാണ് സംഘത്തിൻ്റെ മുകളിൽ നിന്നുള്ള നിർദ്ദേശം വന്നത്. അറസ്റ്റ് ചെയ്യാൻ വന്നാൽ നമ്മൾ അറസ്റ്റിന് കീഴടങ്ങുക. അപ്പോൾ അങ്ങനെ അറസ്റ്റ് കീഴടങ്ങി. ഒരു 3-ാം തീയതി, ജൂലൈ 3-ാം തീയതി ആയപ്പോഴേക്കും രാത്രി 2:30 മണിക്ക് പോലീസ് വന്ന് വാതിക്കൽ മുട്ടി. വലിയൊരു വണ്ടി, ബസ് പോലെയുള്ള വണ്ടി, ID വണ്ടിയായിട്ടാണ് വന്നിട്ട് എൻ്റെ പേര് പറഞ്ഞു. എന്നിട്ട് വേഗം പുറത്തേക്ക് വരാൻ പറഞ്ഞു. എന്നിട്ട് ഗണവേഷ് ഉണ്ടെങ്കിൽ അത് സംഘത്തിൻ്റെ അതും കയ്യിലെടുക്കണമെന്ന് പറഞ്ഞു. നല്ല തണുപ്പുള്ള സമയമാണ് ശരിക്കും പറഞ്ഞാൽ. മഴക്കാലം, മഴ സീസണായിരുന്നു.
ഈ സംഘത്തിൻ്റെ നിർദ്ദേശമുണ്ട്, അറസ്റ്റ് വരിക്കുക, ജയിൽവാസം ഉണ്ടെങ്കിൽ അത് അനുഭവിക്കുക എന്നുള്ളത്. അതുകൊണ്ട് യാതൊരു മടിയും കൂടാതെ ഞാൻ അമ്മയൊക്കെ നോക്കി നിൽക്കുന്നുണ്ട്, കുടുംബത്തിലെല്ലാവരും ഉണ്ട്. ഞാൻ വണ്ടിയിൽ കയറി നോക്കി, അതിനകത്ത് കുറേ പേര് ഇരിപ്പുണ്ട്. അപ്പോൾ അവർ കുറേ പേരൊക്കെ അങ്ങനെ പിടിച്ച് വന്നിട്ട് അവർ ലിസ്റ്റ് അനുസരിച്ച് അവരിങ്ങനെ വരികയാണ്. പിന്നെയും കുറച്ച് പേരെ എടുക്കാനുണ്ടായിരുന്നു. കുറേ പേരുടെ പേരൊക്കെ ചോദിച്ച, സ്ഥലം ചോദിച്ചു ഞങ്ങളോട്. ഞങ്ങളത് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. കാരണം അന്ന് ഈ അറസ്റ്റ് വരിക്കണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് സംഘത്തിൽ നിന്ന് വന്നത്. അപ്പോൾ അത് വന്നു. തേർഡ് നൈറ്റായിരുന്നു, അല്ല സെക്കൻഡ് നൈറ്റോ തേർഡ് നൈറ്റോ കറക്റ്റ് ഓർക്കുന്നില്ല, കാരണം വർഷങ്ങളായില്ല, 50 വർഷമായി. എന്നിട്ട് മട്ടാഞ്ചേരി സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് ചാർജ് എഴുതിയിട്ട് കോടതിയിലൊന്നും ഹാജരാക്കിയില്ല. പോലീസ് എന്ന് ഇങ്ങനെ ഞങ്ങളൊരു ബാച്ച് ഉണ്ടായിരുന്നു, 9 പേര് അടങ്ങുന്ന ഒരു ബാച്ച്. മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ കൊണ്ടുപോയി വീട്ടിലാണെന്ന് തോന്നുന്നു കൊണ്ടുപോയത്, ഓർക്കുന്നില്ല കറക്റ്റായിട്ട്. ചാർജ് ഷീറ്റൊക്കെ കൊടുത്തിട്ട് ഞങ്ങളെ 15 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു എറണാകുളം സബ് ജയിലിൽ. അപ്പോൾ അതാണ് ഫസ്റ്റ് ഉണ്ടായ അനുഭവം. പിന്നെ 15 ദിവസം കഴിഞ്ഞ് ഞങ്ങൾക്ക് ജാമ്യം കിട്ടുകയും ഞങ്ങളെല്ലാവരും പുറത്തിറങ്ങുകയും ചെയ്തു. പിന്നെ പറഞ്ഞത് സംഘനിർദ്ദേശം ഉണ്ടായിരുന്നു, ഇനി ആരും പോലീസിൻ്റെ കയ്യിൽ പെടാൻ പാടില്ല, നമ്മുടെ പ്രവർത്തനം അങ്ങനെ നിന്നു പോകും. അതുകൊണ്ട് എല്ലാവരും ഒളിവിൽ മീൻസ് അണ്ടർഗ്രൗണ്ട് വർക്കാണ് ചെയ്യേണ്ടത്, അണ്ടർഗ്രൗണ്ട് വർക്കിൽ ഏർപ്പെടണം എന്ന് നിർദ്ദേശം കിട്ടി. അങ്ങനെ അണ്ടർഗ്രൗണ്ട് മീറ്റിങ്സ് വയ്ക്കുന്ന സമയത്തൊക്കെ അത് പല ദൂര സ്ഥലങ്ങളിലാണ്, ബസ് കയറി പോകുന്ന സ്ഥലങ്ങളാണെങ്കിൽ പ്രത്യേക നിർദ്ദേശം ഉണ്ടായിരുന്നു, ചെരുപ്പൊന്നും ഇടരുത്. അതുപോലെ ഞങ്ങൾക്ക് ഇറങ്ങേണ്ട സ്റ്റോപ്പ് ഇന്നതാണെങ്കിൽ അതിനപ്പുറമുള്ള സ്റ്റോപ്പോ അല്ലെങ്കിൽ അതിന് മുമ്പുള്ള സ്റ്റോപ്പോ എവിടെയെങ്കിലും ഇറങ്ങണം. കാരണം ഒരുമിച്ച് ഒരേ സ്റ്റോപ്പിൽ ധാരാളം പേര് വന്ന് ഇറങ്ങി ഒരേ സ്ഥലത്തേക്ക് ഒരേ ഡയറക്ഷനിലേക്ക് പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ ഈ സംഗതി പോലീസ് അന്ന് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ അകത്താണ്, വീട്ടുകാരും കൂടെ ബുദ്ധിമുട്ടും. വീടുകളിലാണ് ഇത് വെച്ചുകൊണ്ടിരുന്നത്. ആരെങ്കിലും ഡയറക്ഷൻ കാണിക്കാനുള്ള കണ്ണുകൊണ്ട് കാണിക്കും, പരിചയമുള്ള ആളുകൾ ഉണ്ടാവും വഴിയിലൊക്കെ. ഇന്ന സ്ഥലത്ത് മുമ്പോട്ട് വരുന്നത്, ഇന്ന സ്ഥലത്ത് മുമ്പ് നിർദ്ദേശം തന്നിരുന്നു. കറക്റ്റ് സ്ഥലത്ത് ഞങ്ങളെത്തും. ചെരുപ്പ് അഥവാ ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉള്ളിൽ വെക്കണം, പുറത്തിടരുത് എന്നുള്ള നിർദ്ദേശം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ഭീതിതമായ അന്തരീക്ഷമായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. ഇങ്ങനെ ബൈഠകളൊക്കെ നടത്തിയിരുന്നു. പിന്നെ അതിനുശേഷം ഞാൻ കോളേജിൽ ജോയിൻ ചെയ്തു. ഓഗസ്റ്റ് മാസത്തിൽ ക്ലാസ്സസ് തുടങ്ങി. പക്ഷേ അത് എനിക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിച്ചില്ല. കാരണം സംഘത്തിൻ്റെ 2-3 മാസം ഞാൻ പോയി, ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്തു. ആ സമയത്ത് ഈ അടിയന്തരാവസ്ഥയുടെ കുരുക്ഷേത്രം അന്ന് അടിക്കുന്നുണ്ടായിരുന്നു എല്ലാവർക്കും കാര്യങ്ങൾ. കാരണം പത്രങ്ങളിലൊന്നും ഒരു കാര്യം കിട്ടുകയില്ല. അപ്പോൾ ഈ കുരുക്ഷേത്രം വഴിക്കാണ് ആളുകൾ അറിഞ്ഞുകൊണ്ടിരുന്നത്. അന്ന് മൊബൈലും ഇല്ല, ഫോണും ഇല്ല, ഒന്നുമില്ല. ആകെ ലാൻഡ് ഫോൺ ഉണ്ടായിരുന്നു, അത് അത്യാവശ്യക്കാരുടെ വീടുകളിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതുവഴിയാണ് കാര്യങ്ങൾ അറിഞ്ഞിരുന്നത്. അപ്പോൾ അത് ഞാൻ ഈ കോളേജിൽ പോകുന്ന സമയത്ത് സ്വല്പം നേരത്തെ ഇറങ്ങും, എന്നിട്ട് കോളേജിലൊക്കെ അത് അവിടെയൊക്കെ ഇടും. എന്നിട്ട് ഞാൻ തിരിച്ച് വീണ്ടും വേറെ എവിടെയെങ്കിലും പോകും. പിന്നെ സാധാരണ കോളേജിൽ എത്തുന്ന പോലെ വരും, എന്നിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യും. പക്ഷേ ഒരു ദിവസം പിടുത്തം വീണു. അടിച്ചു തലിക്കാരി ഉണ്ട്, ഈ അടിച്ചു വാരുന്നൊരു സ്ത്രീയുണ്ട്. അവർ പറഞ്ഞു ഇന്ന ആളാണ് സംഗതി കൊണ്ടുവന്നിരുന്നതെന്ന് പറഞ്ഞു. പ്രിൻസിപ്പാൾ വിളിച്ചെന്നെ ഉപദേശിച്ചു. ഇതൊന്നും ചെയ്തില്ല. ഭാഗ്യത്തിന് കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞ് അവിടെ കോളേജിൽ കുഴപ്പമില്ലാണ്ട് അങ്ങനെ പോയി. പക്ഷേ സംഘത്തിൻ്റെ അടുത്ത നിർദ്ദേശം വന്നു, ഇനി എല്ലാവരും അടിയന്തരാവസ്ഥയ്ക്കെതിരായിട്ട് സത്യാഗ്രഹം നടത്തണം. അത്
നവംബർ 14, 1975 നവംബർ 14 മുതൽ ജാനുവരി 14 വരെ 2 മാസം നീണ്ടു നിൽക്കും. അപ്പോൾ ഓരോ ബാച്ചായിട്ടാണ് അതിൽ പങ്കെടുക്കേണ്ടത്. അപ്പോൾ ഹരിയേട്ടനായിരുന്നു ആ ബൈഠക്ക് എടുത്തിരുന്നത്. ഹരിയേട്ടനല്ലേ പറഞ്ഞു വിദ്യാർത്ഥികളൊക്കെ ഉണ്ട്, വിദ്യാർത്ഥികൾ വിചാരിക്കുക 2 വർഷത്തേക്ക് നമ്മൾ സംഘത്തിൻ്റെ പ്രചാരകമായി പോയി എന്ന് വിചാരിക്കുക. അങ്ങനെ അത് അപ്പോഴേ ഏകദേശം അറിയാവുന്നു 2 വർഷത്തിനുള്ളിൽ തീരും എന്നുള്ള അവർ കാരണം ധാരാളം പരിചയസമ്പത്തുള്ള ആളുകളായിരുന്നു. അദ്ദേഹം പറഞ്ഞത് 2 വർഷം ചിലപ്പോൾ ഇത് നീണ്ടു നിൽക്കാൻ മതി, 2 വർഷത്തേക്ക് ഞാൻ കോളേജ് വേണ്ട, ഇത് നമ്മുടെ ഈ സംഘത്തിൻ്റെ ഈ പ്രവർത്തനത്തിനായിട്ട് നമ്മൾ ഉപയോഗിക്കണം ആ സമയം. അതനുസരിച്ച് ഞാൻ കുറച്ച് കാലം കൂടെ പോയി. പിന്നെ ഞാനത് കോളേജ് മതിയാക്കി ഈ പ്രവർത്തനത്തിൽ അണ്ടർഗ്രൗണ്ട് പ്രവർത്തനത്തിൽ ഏർപ്പെട്ടു. അണ്ടർഗ്രൗണ്ട് പ്രവർത്തനം എന്ന് പറയുമ്പോൾ ശാഖകൾ ഡെയിലി നടക്കും, പ്രാർത്ഥനയുണ്ടാവും. ശാഖ പക്ഷേ രൂപം മാറി അതിൻ്റെ ബാഡ്മിൻ്റൺ കളിയും അല്ലെങ്കിൽ ബാഡ്മിൻ്റൺ കോർട്ട് അതൊക്കെ കാണുള്ളൂ. പോലീസുകാർ വന്നു കഴിഞ്ഞാൽ പിള്ളേർ കളിക്കാൻ ഒരു വീട്ടിൽ കയറിയിട്ട് പ്രാർത്ഥനയും പാടും. അതായിരുന്നു അതിൻ്റെ. പിന്നെ നമ്മുടെ പ്രവർത്തനം അങ്ങനെ നിർബാധം തുടർന്നു. ഉറങ്ങണമൊക്കെ വീട്ടിൽ ഉറങ്ങാൻ സാധിക്കില്ല, കാരണം എപ്പോഴാണ് പോലീസ് വന്ന് വിളിക്കുക പിടിച്ചുകൊണ്ട് പോകാമെന്ന് അറിയില്ല. അത് പ്രത്യേകിച്ച് ഇന്ദിരാഗാന്ധിയോ അല്ലെങ്കിൽ സഞ്ജയ് ഗാന്ധിയോ വരുന്ന സമയത്ത്, കൊച്ചിയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് എല്ലാവരെയും പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ ഇരുത്തും ഒരു ദിവസത്തേക്ക്. കൊതുകടിയും കൊണ്ട് ഞങ്ങളവിടെ ഇരിക്കണം. അങ്ങനെ 2 തവണ എനിക്ക് പോകേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു അന്ന് സംഭവിച്ചത്. ഈ അടിയന്തരാവസ്ഥയുടെ ആ ഭാഗത്തുള്ള പ്രവർത്തനത്തിൽ സംഭവിച്ചത്. ഇന്നിപ്പോൾ ആ കാലത്തെ ഓർക്കുമ്പോൾ ഏറ്റവും മറക്കാനാകാത്ത ഒരു അനുഭവം എന്ന നിലയ്ക്ക് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം എന്തായിരിക്കാം? അത് ഈ സത്യാഗ്രഹം തുടങ്ങിയതിന് ശേഷമാണ്. മറക്കാൻ സാധിക്കാത്ത അനുഭവം എന്ന് പറഞ്ഞത് ആദ്യമായിട്ടാണ് ജയിലിൽ പോകുന്നത്, സംഘനിരോധനം വന്നപ്പോഴേക്കും. അപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ രാവിലെയും വൈകിട്ടും ഗോതമ്പ് കഞ്ഞി, പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ എന്തെങ്കിലും ചമ്മന്തി ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ പരിചയമില്ലാത്ത കാര്യങ്ങളാണ്. ഉച്ചയ്ക്ക് ഊണുണ്ടാവും. അതിനുള്ളിൽ തന്നെ 9 പേര് ഒരു സെല്ലിലായിരുന്നു. അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് വേറൊരു സെല്ലിൽ ഞങ്ങളുടെ ആളുകൾ തന്നെ 11 പേര് അതിലുണ്ടായിരുന്നു. അങ്ങനെ 10-20 പേര് ഉണ്ടായിരുന്നു. പിന്നെ ഈ സത്യാഗ്രഹം അത് തുടങ്ങിയതിന് ശേഷം 14-ാം തീയതി ഒരു ബാച്ച് പോയി. അത് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് 3 പേരാണ് അതിൽ പങ്കെടുത്തത്. അതിൽ 2 പേരൊന്നും ജീവിച്ചിരിപ്പില്ല. ഒരാളുണ്ടായത് നോർത്ത് ഇന്ത്യയിലാണ് ഉള്ളത്. പിന്നെ അതുപോലെ സെക്കൻഡ് ബാച്ച് 19-ാം തീയതി 19-11. അപ്പോൾ സത്യാഗ്രഹം അത് പുരുഷോത്തം പേ എന്ന് പറഞ്ഞ് നമ്മുടെ സംഘത്തിൻ്റെ ശാരീരിക് സെഷൻ പ്രമുഖ് ആയിരുന്നു. അദ്ദേഹമാണ് നയിച്ചത്. അദ്ദേഹം അവിടുത്തെ ശരിക്കും പറഞ്ഞാൽ ഒരു സംഘപ്രവർത്തനത്തിൻ്റെ ഒരു പഴയ ആളായിരുന്നു. കളരി അഭ്യാസവും എല്ലാം അറിയാമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം പണ്ട് മുതലേ അതുപോലെ ആളുകളെ ട്രെയിൻ ചെയ്തെടുക്കാൻ നല്ലൊരു മിടുക്കുണ്ടായിരുന്നു അദ്ദേഹത്തിന്. അദ്ദേഹമാണ് രണ്ടാമത്തെ 19-ാം തീയതി. അത് കഴിഞ്ഞിട്ട് 25-ാം തീയതി 6-ാം തീയതിയോ വേറൊരു ബാച്ച്. എല്ലാ ബാച്ചിലും 10-12 പേരുണ്ടാവും, 12 പേര് ഏകദേശം. അത് എൻ്റെ ചേട്ടൻ ആർ പ്രകാശ് അവിടുത്തെ അന്നത്തെ ഒരു പ്രധാന വ്യക്തിയായിരുന്നു. സംഘത്തിൻ്റെ വിദ്യാർത്ഥി പരിഷത്തിൻ്റെ ഒക്കെ ചുമതലയുണ്ടായിരുന്നു. അദ്ദേഹത്തിന് കണ്ണമാലി ചെല്ലാനം ആ ഭാഗത്തെ പ്രവർത്തനമായിരുന്നു. അവിടുത്തെ കാര്യവാഹമായിട്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കീഴിലൊരു 12 പേര്. പിന്നെ അതിന് നെക്സ്റ്റ് നമ്മുടെ പത്രപ്രവർത്തകനായിട്ടുള്ള രാജശേഖര പണിക്കർ, അദ്ദേഹത്തിൻ്റെ ബാച്ചായിരുന്നു. അത് 2 തവണ അവർ സത്യാഗ്രഹം ചെയ്തു. ഒരു തവണ ബോട്ടിലാണ് പോയത്. ബോട്ടിൽ എറണാകുളത്ത് നിന്ന് ഫോർട്ട് കൊച്ചിക്ക് ബോട്ടിൽ വന്നു. ബോട്ടിലാകുമ്പോൾ ഒന്നും പോലീസിനൊന്നും ചെയ്യാൻ സാധിക്കില്ല. ബോട്ടിൽ അവർ ഈ കുരുക്ഷേത്രമൊക്കെ വിതരണം ചെയ്തു. രാജേട്ടൻ അതിൽ പ്രസംഗിച്ചു. അപ്പോൾ
ആ സത്യാഗ്രഹം ഇങ്ങനെ. നെക്സ്റ്റ് ഞാൻ ലീഡറായിട്ടുള്ള വിദ്യാർത്ഥികളുടെ ഒരു ബാച്ചായിരുന്നു. അതിൽ 9 പേരാണ് ഉണ്ടായിരുന്നത്. എൻ്റെ പ്രായം ഞാൻ പറഞ്ഞു 19 വയസ്സ്, എന്നിലും താഴെ പ്രായമുള്ളവരായിരുന്നു ബാക്കിയുള്ളവർ. അതിൽ 13 വയസ്സ് പ്രായമുള്ള ഒരു പുരുഷോത്തമൻ്റെ ചേട്ടൻ്റെ മകൻ, അയാളും ഉണ്ടായിരുന്നു. 9ാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു ആ സമയത്ത്. അപ്പോൾ ആ സത്യാഗ്രഹത്തിന് പോയത് അല്ല. അത് കഴിഞ്ഞ് വേറൊരു ജനുവരി 8-ാം തീയതി ആയിരുന്നു എൻ്റെ. ജനുവരി 14 ആകുമ്പോഴേക്കും വേറൊരു ബാച്ച് ഉണ്ടായിരുന്നു. TB വേണുഗോപാൽ എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ബാലകൃഷ്ണൻ വക്കീലിൻ്റെ മകനാണ്, അദ്ദേഹമാണ് നയിച്ചത്. അങ്ങനെ 5 ബാച്ചും ഫുൾ ബാച്ചും പിന്നെ ഒരു 3 പേര് വേറൊരു ബാച്ചിന് കൂടെ അന്ന് ഇത് സത്യാഗ്രഹത്തിന് പോയത്. സത്യാഗ്രഹം എന്ന് പറയുമ്പോൾ ഗാന്ധിയൻ രീതിയിലുള്ള സത്യാഗ്രഹമാണ്. അതായത് തിരിച്ചൊന്നും ചെയ്യില്ല, അടി വന്നാൽ അടി കൊള്ളുക, അത് തന്നെ. അപ്പോൾ ഗാന്ധിജിയുടെ ഒരു ചെറിയ ബാഡ്ജൊക്കെ ധരിച്ച് കുരുക്ഷേത്രമൊക്കെ കയ്യിലേന്തിയിട്ട് ഞങ്ങൾ 9 പേര്, എൻ്റെ കാര്യമാണ് പറയണത് ഇപ്പോൾ, 9 പേര് TD ഹൈസ്കൂൾ, അവിടുത്തെ തിരുമല ദേവസ്വം ഹൈസ്കൂളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ കൊച്ചിൻ കോളേജ് വഴി കറങ്ങി ഒരു അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു കൃഷ്ണ കേഫ്, എത്തുമ്പോഴേക്കും പോലീസ് ജീപ്പ് വന്നു. അവരവിടെ വെയിറ്റ് ചെയ്യായിരുന്നു. സർക്കിൾ ഇൻസ്പെക്ടർ മുമ്പിലുണ്ടായിരുന്നു. അദ്ദേഹം ഇറങ്ങി വന്നത് എങ്ങോട്ടാണ് പോകുന്നത് ചോദിച്ചുള്ള അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള വടി എല്ലാം ഒരു ലൈനായിട്ടാണ് ഞങ്ങൾ പോയിക്കുന്നത്. ഏറ്റവും മുമ്പിൽ ഞാനായിരുന്നു. ആ വടി വെച്ച് ഒരൊറ്റ അടി അടിച്ചത് എൻ്റെ ഇവിടെ ചുണ്ട് പൊട്ടി, അങ്ങനെ ചുണ്ട് വീർത്ത് വന്നു. പിന്നെ പോലീസ് ലാത്തി ചാർജായിരുന്നു, ഓർഡറാന്ന് പറഞ്ഞു. പക്ഷേ ആരും ഓടിയില്ല. കൊച്ചു പിള്ളേരാണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷേ ആരും ഓടിയില്ല. എല്ലാവരും കിടന്നുകൊണ്ട് തല്ലുകൊണ്ടു. പട്ടിയെ തല്ലുന്ന പോലെയാണ് അവർ തല്ലിയത് എല്ലാവരും. അത് ഒരു 10 മിനിറ്റ് നീണ്ടു നിന്നു. ഓടാൻ അവർക്ക് വാശിയായി, ഓടുന്നില്ല, തല്ലിയിട്ടും ഓടുന്നില്ല എന്നുള്ളൊരു ഇത് വന്നപ്പോഴേക്കും അവർക്ക് വാശിയായി, ഭയങ്കരമായിട്ട് അടിച്ചു എല്ലാവരെയും. എന്നിട്ട് പിന്നെ ജീപ്പിൽ കയറാൻ പറഞ്ഞു. ജീപ്പിൽ പക്ഷെ ആർക്കും കയറാൻ സാധിക്കുന്നില്ല. കാലുകളൊക്കെ മരവിച്ച് പോയി, ഉണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ ശരി, അവർ പിടിച്ച് വലിച്ച് എല്ലാവരും ജീപ്പിനകത്ത് എറിയായിരുന്നു ശരിക്കും പറഞ്ഞാൽ. ഞങ്ങൾ 9 പേര്. എന്നിട്ട് ഭാരത് മാതാ കി ജയ് മുദ്രാവാക്യം വിളിച്ചിട്ടാണ് ഞങ്ങൾ. മുദ്രാവാക്യം അതുപോലെ തന്നെ അടിയന്തരാവസ്ഥ പിൻവലിക്കുക, പത്രസ്വാതന്ത്ര്യം പുനഃസ്ഥാപിക്കുക, പൗരസ്വാതന്ത്ര്യം പുനഃസ്ഥാപിക്കുക, ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഭാരത് മാതാ കി ജയ്, ഇതായിരുന്നു മുദ്രാവാക്യം. അത് കഴിഞ്ഞ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ട് സർക്കിൾ പറഞ്ഞു, എല്ലാവരും പുറത്തുനിന്ന് നിർത്തിയിട്ട് എല്ലാവരും ഡ്രസ്സ് അഴിക്കാൻ പറഞ്ഞു. എന്നിട്ട് അടിവസ്ത്രത്തിൽ എല്ലാവരെയും നിർത്തി. ആ സ്ഥലമാണെങ്കിൽ പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിൽ കൂടെ 100 കണക്കിന് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന സ്ഥലമാണ്. അന്ന് ബാങ്ക്സും മട്ടാഞ്ചേരി ബസാർ എന്ന് ബസാറിലാണ് ഈ പോലീസ് സ്റ്റേഷൻ തുടക്കത്തിൽ തന്നെ. അപ്പം ഈ ബസ് ഇറങ്ങിയിട്ട് പോകുന്നവരും ഇവരൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. 9 പേരിങ്ങനെ ഷഡ്ഡി ഇട്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ശരി, അത് കഴിഞ്ഞപ്പോഴും ഡ്രസ്സൊക്കെ മാറ്റി അവിടെ നിന്നു. അപ്പോൾ എന്നാൽ നമുക്ക് തുടങ്ങാമെന്ന് പറഞ്ഞിട്ട് നടയടി എന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും അടിച്ചകത്തേക്ക് കയറ്റി. അകത്ത് പോലീസുകാർ 10-20 പോലീസുകാരുണ്ട്. എന്നിട്ട് ഫുട്ബോൾ കളിക്കുന്ന പോലെയാണ് ചവിട്ടും, പുറത്ത് ഇടിയും, മുട്ട് കൈ വെച്ച് ഇടിയും, അതുപോലെ കാൽമുട്ട് വെച്ച് ഈ ഭാഗത്ത് വയറിൻ്റെ അടിഭാഗം ഭാഗത്തും നെഞ്ചിലും ഒക്കെ അവരിടിച്ച് അതും ഒരു 10 മിനിറ്റെങ്കിലും നീണ്ടു നിന്നിട്ടുണ്ട് എല്ലാവരെയും. അത് പന്ത് തട്ടിക്കളിക്കുന്ന പോലെയാണ് അവർ കളിച്ചത്. അതിനുശേഷം 2 പേര് അവിടെ ബൂട്ട്സ് ബൂട്ട്സ് എന്ന് പറയുമ്പോൾ പഴയ ഇതാണ്, ലാടനൊക്കെയുള്ള ബൂട്ട്സാണ്. ബൂട്ട്സ് ധരിച്ച് 2 പേരെ നിർത്തിയിട്ടുണ്ടായിരുന്നു. കാരണം ഞങ്ങൾ ഈ സമരം തുടങ്ങിയിട്ട് ഏകദേശം 3/4 മണിക്കൂറോളം അത് നീണ്ടിരുന്നു, കറങ്ങി വരാൻ നേരം.
അന്ന് SI ഉണ്ടായിരുന്നില്ല. SI എന്തോ ഒക്കെ എത്താൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് സർക്കിൾ വന്നത്. ഇവരെ ഒരുക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു. അവരുടെ വക ചവിട്ട് എല്ലാവരും ഇങ്ങനെ കൈയും കാലും ഒക്കെ മടക്കിയിട്ട് ഇരിക്കാൻ പറഞ്ഞു. വന്നിട്ട് നല്ല ചവിട്ടി ഈ നമ്മുടെ പുറത്ത് നട്ടിലിന്മേൽ ചവിട്ടി. എന്നിട്ട് അതുകൊണ്ടും തീർന്നില്ല. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇടിച്ച് ഒരു സ്ഥലത്ത് കൂട്ടിയിട്ടു ഞങ്ങൾ എല്ലാവരെയും. പിള്ളേരാണ് എല്ലാവരും. ഭയങ്കര ബഹളമായിരുന്നു. അയ്യോ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. പക്ഷേ ആര് കേൾക്കാനാണ്? വേറെ ആരുമില്ല. അത് കഴിഞ്ഞ് ഒരു പാവം പോലീസുകാരനുണ്ടായിരുന്നു. അയാൾ കട്ടൻ കാപ്പി എല്ലാവർക്കും വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെ ചില നല്ല മനുഷ്യന്മാരും അതിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അപ്പോഴേക്കും SIയും ഓടിയെത്തി. അന്നത്തെ SI രാജഗോപാൽ എന്ന് പറഞ്ഞിട്ട് ഒരു യങ് നല്ല മസിൽമാൻ ആയിരുന്നു. അയാൾ കരുണാകരൻ്റെ സ്വന്തം ആളായിരുന്നു. അതുപോലെ പള്ളുരുത്തി ഒരു SI ഉണ്ടായിരുന്നു. അയാളുടെ ഫ്രണ്ടാണ്. അയാളെയും വിളിച്ചുകൊണ്ടാണ് വന്നത്. ജീപ്പ് കൊണ്ടുവന്ന് അവിടെ ഫ്രണ്ടിൽ നിർത്തിയിട്ട് ചാടി ഇറങ്ങി ആരടാ ഇവിടെ എന്നൊക്കെ ചോദിച്ച് അപ്പോഴേക്കും കണ്ടപ്പോഴേക്കും അയാളുടെ വക ഗംഭീര ഇടി. ഈ ഷൂ വെച്ച് എല്ലാവരെയും കറക്കി ഇടിച്ചു. മറ്റേ അയാളുടെ കയ്യിൽ നിന്ന് ലാത്തി എല്ലാവരുടെയും കൈ കാണിക്കാൻ പറഞ്ഞു. കൈകളിങ്ങനെ നീട്ടി. ക്ലാസ്സിൽ പിള്ളേരെ തല്ലാനായിട്ട് ഇങ്ങനെ കൈ നീട്ടാൻ പറയില്ല. അതുപോലെയാണെന്ന് വിചാരിച്ചു. അങ്ങനെയല്ല, തിരിച്ച് ഇങ്ങനെ പിടിക്കണമെന്ന്. അങ്ങനെ പിടിച്ച് എല്ലാ ജോയിൻസിനും ഈ വിരലിലും ഇവിടം വരെ, അതുപോലെ കാലിലെ ജോയിൻസിൽ ഒക്കെ അവർ ശരിക്കടിച്ചു. ഫലമായിട്ട് തന്നെ എല്ലാവരെയും അടിച്ചു. അങ്ങനെ അത് നിന്നു. പിന്നെ ക്വസ്റ്റ്യൻ ചെയ്യലാണ്. ഇത് എവിടെ അടിച്ചതാണ്? എനിക്കൊരു പ്രിൻറ്റിങ് പ്രസ്സാണ്. അപ്പോൾ പ്രിൻറ്റിങ് പ്രസ് ഞങ്ങളുടെ ഒരു കുടുംബ സ്ഥാപനമാണ്. അപ്പോൾ അവിടെയാണ് പ്രിൻ്റ് ചെയ്തതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, അവിടെ മലയാളമൊന്നുമില്ല, ഇംഗ്ലീഷ് മാത്രമേ ഉള്ളൂ. അത് ഇല്ല എന്നൊക്കെ പറഞ്ഞു. എന്നാലും അവർ ഈ ഒലക്കൊക്കെ എടുത്ത് ഇങ്ങനെ മുമ്പിലിട്ട് ഒരു പേടിപ്പിക്കുന്ന രീതിയിൽ ഒക്കെ പെരുമാറി. പക്ഷെ ഒന്നും ചെയ്തില്ല കേട്ടോ. അതിനുശേഷം മാസ്റ്റർ ഡീറ്റെയിൽസ് എഴുതി. ഒരു കള്ള കേസാണ്. ഞങ്ങൾ ഇന്ദിരാഗാന്ധിയെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ചെയ്തു. സത്യാഗ്രഹം നടത്തി, മുദ്രാവാക്യം വിളിച്ച എല്ലാവരെയും. സംഗതി ശരിയാണ്, അത് ശരിയാണ്, നിങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്ന് ഒരു ശരിക്കും പറഞ്ഞാൽ എല്ലാ ഇതിലും ബാച്ചായിട്ട് ആളുകൾ വരുന്നുണ്ടല്ലോ. അപ്പോൾ ജയിലുകളിൽ നിറയാൻ തുടങ്ങി. അതുകൊണ്ട് പിന്നെ അവർ അടവ് മാറ്റി ഒരു ബാച്ചിൽ നിന്ന് 2 പേരെ മാത്രം, 1 or 2 പേരെ മാത്രം അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുക എന്നുള്ളത്. അങ്ങനെ എന്നെയും എൻ്റെ ഒരു സഹപ്രവർത്തകനാണ് ശ്രീകുമാർ റാവു എന്ന് പറഞ്ഞത്. ഇന്ന് അദ്ദേഹം ജീവിച്ചിരിപ്പില്ല. അയാൾ പ്രീ-ഡിഗ്രി പഠിക്കുകയായിരുന്നു അന്ന് കൊച്ചിൻ കോളേജിൽ. അയാളെയും നേരെ ബസ്സിൽ കയറ്റിയിട്ട് കയ്യാമം വെച്ചിട്ടാണ് കൊണ്ടുപോയത്. കയ്യാമം വെച്ച് ബസ്സിൽ കയറ്റി എറണാകുളത്ത് കലൂരിലാണ് മജിസ്ട്രേറ്റിൻ്റെ വീട്ടിലാണ് കൊണ്ടുപോയത്. ഏകദേശം അവിടെ എത്തുമ്പോഴേക്കും 5:30 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ കൊണ്ടുപോയി ഞങ്ങളെ പുറത്ത് നിർത്തി. എന്നിട്ട് പോലീസ് ഞങ്ങളെ ജയിലിൽ അടയ്ക്കാനുള്ള ഇത്. അപ്പോൾ അന്ന് വേറെ ഫുഡൊന്നും കിട്ടിയില്ല. രാവിലെ കഴിച്ചാൽ മാത്രമേ ഉള്ളൂ. ഫുഡൊന്നും കിട്ടിയില്ല. ജയിലിലെ ഫുഡ് കിട്ടുമെന്ന് പറഞ്ഞവർ. പക്ഷെ അവിടെ ചെല്ലുമ്പോഴേക്കും തിരിച്ചു വരുമ്പോഴേക്കും 7 മണിയായി. അതുകൊണ്ട് അതെല്ലാം ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഫുഡ് കിട്ടിയില്ല. ബസ്സിൽ കയറാൻ നേരത്ത് ഭയങ്കര കാലിനൊക്കെ നീര് വെച്ച് കയറാൻ സാധിക്കുന്നില്ല. പിന്നെ പോലീസ് സഹായിച്ചിട്ടാണ് പുറകെ കൂടെ തള്ളി 2 യാത്രക്കാർ ബസ്സിൽ നിന്ന് എഴുന്നേറ്റ് സീറ്റ് തന്നു. അങ്ങനെ പോകുമ്പോൾ ഇരിക്കാനുള്ള സീറ്റ് കിട്ടി. പിന്നെ തിരിച്ചു വരാൻ നേരത്ത് അതുപോലെ സീറ്റ് കിട്ടി. പക്ഷേ ഭയങ്കര വേദനയായിരുന്നു. ശരീരം മുഴുവൻ വേദന, നീർക്കെട്ട് ഉണ്ടായിരുന്നു. ചുണ്ടാണെങ്കിൽ എൻ്റെ ഇങ്ങനെ അടിച്ചായത് ഇങ്ങനെ സംസാരിക്കാൻ പോലും ബുദ്ധിമുട്ടുള്ള ഒരു ഇതായിരുന്നു. എന്നിട്ട്
അവിടെ ജയിലിൽ ചെന്നതിന് ശേഷം പ്രശ്നമൊന്നുമില്ല. ജയിലിൽ സെല്ലിനകത്താക്കി അന്ന് രാത്രി ഉറങ്ങാനേ സാധിച്ചില്ല, ഉറക്കം ഒട്ടും കിട്ടിയില്ല. അങ്ങനെ 2 മാസത്തോളം ജയിലിൽ കഴിഞ്ഞു. പിന്നെ അതിനിടയ്ക്ക് ഈ ജനുവരി 8-നാണ് ഞാൻ അന്ന് ജയിലിൽ പോയത്. ജനുവരി 26 ആകുമ്പോഴേക്കും ഒരു ബാച്ച് ആളുകളെ പിടിച്ചുകൊണ്ട് വന്ന് അവരെ ചാർജ് ചെയ്ത് ഈ ജയിലിനകത്തേക്ക് കൊണ്ടുവന്നു. അവർ 10-12 പേരുണ്ടായിരുന്നു. അതിന് തൊട്ട് മുമ്പ് വന്ന ജനുവരി 14 ലാസ്റ്റ് ബാച്ച്, അതിലെ ഒരാൾ വേണുഗോപാൽ, അദ്ദേഹം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാം ഒരു ക്യാമ്പ് പോലെ ഒരു 2 മാസം അത് ശരിക്ക് ആഘോഷിച്ചു എന്ന് പറയാം. നല്ല ബാക്കി അവിടെ ജയിലിനകത്ത് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെയും ഇതുപോലെ ഈ കഞ്ഞി, ഗോതമ്പ് കഞ്ഞിയും ചമ്മന്തിയും കഴിച്ച് മതിയായി ശരിക്കും പറഞ്ഞാൽ. ലാസ്റ്റ് കഴിക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പോലീസ് അന്വേഷിക്കുമായിരുന്നു അവിടുത്തെ ഈ എന്താ കഴിക്കാത്തതെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ എങ്ങനെയെങ്കിലും അത് മാനേജ് ചെയ്തു. പിന്നെ ഒരു മാർച്ച് മാസം ഫസ്റ്റ് വീക്ക് ആകുമ്പോഴേക്കും കോടതിയിൽ ഹാജരാക്കി അവിടുന്ന് ഞങ്ങളെ വിട്ടയച്ചു. ഈ കിടന്ന അത്രയും ദിവസം ശിക്ഷയായിട്ട് കണക്കാക്കിയിട്ട് വിട്ടയച്ചു. അങ്ങനെ അതായിരുന്നു സത്യാഗ്രഹത്തിൻ്റെ മെയിൻ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് കഴിഞ്ഞാൽ ഈ അതിൻ്റെ ഒരു പിന്നീടുള്ള അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൾ അത് ഈ ഒരു നവംബർ മാസം ആകുമ്പോഴേക്കും ശാരീരികമായിട്ട് ഭയങ്കര വേദനയും ഇതൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് അതിന് സംഘ നിർദ്ദേശപ്രകാരം ഞങ്ങളെ പൂച്ചാക്കയിലുള്ള മനക്കോടം ഫാർമസി, അവിടുത്തെ ചേട്ടൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, അദ്ദേഹമാണ് ചികിത്സിച്ചത്. മനക്കോടം വളരെ ഫേമസ് ആണ് അവിടെ. അവിടെ ഒരു 3-4 ദിവസം അവിടെ താമസിച്ച് ഈ തിരുമ്മലും അതും ഇതൊക്കെ ചെയ്തു പുറത്തേക്ക് വന്ന് പിന്നെ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ 25 വർഷത്തിന് ശേഷം 2000 ആണ്ടാകുമ്പോഴേക്കും വീണ്ടും വേദന തുടങ്ങി. ഭയങ്കര വേദനിച്ചാൽ കിടക്കാൻ സാധിക്കില്ല, ഇരിക്കാൻ സാധിക്കില്ല, ഒന്നും ചെയ്യാൻ സാധിക്കില്ല. വേദന ആകെ. പല ഹോസ്പിറ്റലും കൊണ്ടേ കാണിച്ചു, ആർക്കും ഒന്നും ഒരു പിടുത്തമില്ല. അമൃത ഹോസ്പിറ്റലിൽ ഒരാഴ്ച കിടന്നു. അവർ ഈ ഷുഗറിൻ്റെ കാര്യം മാത്രമാണ് അവർ ആ സമയത്ത് പറഞ്ഞത്. ഇത് കണ്ടെടുക്കാൻ സാധിച്ചില്ല അവർക്ക്. പിന്നെ അവർ സ്കാനിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സ്കാനിങ് റിപ്പോർട്ട് ഞാനൊരു ഇവിടെ കൊച്ചിയിലെ ഒരു ഡോക്ടറെ കാണിച്ചു, ചന്ദ്രൻ എന്ന് പറഞ്ഞിട്ട്, രാമചന്ദ്രൻ ഡോക്ടർ. അദ്ദേഹം ഇതിൻ്റെ ആയുർവേദ ഡോക്ടറായിരുന്നു. അദ്ദേഹം പറഞ്ഞു ഇന്ന സ്ഥലത്ത് ഒരു കുത്തുപോലെ കാണുന്നുണ്ട്, അതൊന്ന് അവരുടെ ശ്രദ്ധയിലൊന്ന് പെടുത്തണമെന്ന് പറഞ്ഞു. അപ്പോഴാണ് അവർ പറഞ്ഞത് അവിടെ എല്ല് പൊട്ടിയിരിപ്പുണ്ട്, പിന്നെ ഇമ്മീഡിയറ്റായിട്ട് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഓപ്പറേഷൻ ചെയ്തു. ഏപ്രിൽ അത് 2001 ഏപ്രിൽ മാസത്തിലായിരുന്നു, 4-ാം തീയതി. അതിനുശേഷം ഒരു ഒക്ടോബർ വരെ ഹോസ്പിറ്റലും വീടുമായിരുന്നു. 19ാമത്തെ വയസ്സിലാണ് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകുന്നത്. എന്നുവെച്ചാൽ വളരെ ചെറിയ പ്രായമാണ്. അതെ. ആ ഒരു സമയത്ത് ഒന്നാമതായി ഈ ഇതിലേക്ക് ഇറങ്ങി പുറപ്പെടാനുള്ള ധൈര്യം എങ്ങനെ ലഭിച്ചു എന്നുള്ളതാണ്. രണ്ടാമത്തേത്, ഇന്നിപ്പോ 50 വർഷങ്ങളിൽ കഴിഞ്ഞ് കുറച്ചും കൂടി വയസ്സൊക്കെ ആയ സമയത്ത് എങ്ങനെയാണ് അന്ന് ഏറ്റ ഈ മർദ്ദനങ്ങൾ താങ്കളെ ബാധിക്കുന്നത്? അത് ഒന്ന് സംഘത്തിൽ നിന്ന് RSS നമ്മുടെ സംഘത്തിൽ നിന്ന് കിട്ടിയ ഒരു ട്രെയിനിങ്, അത് ഞാൻ സെക്കൻഡ് ഇയർ OTC വരെ കഴിഞ്ഞിട്ടുണ്ടാകും. ഫസ്റ്റ് ഇയർ OTC, ITC കഴിഞ്ഞു. പിന്നെ OTC 70-ലായിരുന്നു, 71 ഫസ്റ്റ് ഇയർ OTC കഴിഞ്ഞു. സെക്കൻഡ് ഇയർ OTC 72 കഴിഞ്ഞു. അപ്പോൾ അതിൽ നിന്നൊക്കെ അതുപോലെ സംഘത്തിൻ്റെ ആദർശങ്ങൾ കഥകളിൽ ബാക്കിയുള്ളതിനും കൂടെ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരുന്നു. മഹാഭാരത കഥകൾ, അതുപോലെ ശ്രീകൃഷ്ണൻ്റെ കഥകൾ, രാമായണം, അതുപോലെ ദേശത്തിൻ്റെ നമ്മുടെ വീരശിവാജിയുടെ കഥ, അതുപോലെ ദേശത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച
ഭഗത് സിംഗ്, ബാക്കിയുള്ള എല്ലാവരുടെയും ബാലഗംഗാധരത്തിലേക്ക് അവരുടെ കഥകളൊക്കെ കേൾക്കുമായിരുന്നു. അതിൽ നിന്നുള്ള ഒരു പ്രചോദനമാണ് ശരിക്കും ഇത് ഫേസ് ചെയ്യാനായിട്ടുള്ള നമുക്കൊരു കരുത്ത് തന്നത്. അത് പ്രത്യേകിച്ച് ഈ മാതൃഭൂമി നമ്മുടെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യാതിരിക്കരുത്, ചെയ്യണം എന്നുള്ള ഇത്. അപ്പോൾ ഈ സത്യാഗ്രഹത്തിന് പോകുന്ന സമയത്ത് തന്നെ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മരണം വരെ സംഭവിക്കാം, എപ്പോൾ തിരിച്ചു വരുമെന്ന് പറയാൻ സാധിക്കില്ല. വീട്ടിൽ പോലും പറയാനാണ് എല്ലാവരും ഇതിന് സത്യാഗ്രഹത്തിന് വന്നത്. അറസ്റ്റ് ചെയ്ത് അകത്തായപ്പോഴാണ് വീട്ടുകാരറിയുന്നത്. ബാക്കിയുള്ളവർക്ക് ഇടിയും കൊണ്ട് വീട്ടിലേക്ക് പോയി, രാത്രി ഓടിച്ചവരെ ബാക്കിയുള്ളവർ. അപ്പോൾ ആ ധൈര്യം ശരിക്കും സംഘത്തിൻ്റെ ഇതാണ്. പിന്നെ സംഘത്തിൻ്റെ നിർദ്ദേശമാണ് ഇത് സത്യാഗ്രഹം ചെയ്യണം, ഈ ഭാരതത്തിന് വേണ്ടി നമ്മൾ എന്തും ചെയ്യാനായിട്ട് തയ്യാറാവണം എന്നുള്ള ഇത്. അതുകൊണ്ട് ആ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല ശരിക്കും പറഞ്ഞാൽ. പിന്നെ ഇന്ന് ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ പറഞ്ഞില്ല, 25 വർഷങ്ങൾ ഓപ്പറേഷൻ കഴിഞ്ഞു. വീണ്ടും ഒരു 20 വർഷം കൂടെ കഴിഞ്ഞപ്പോഴേക്കും കഴിഞ്ഞ 2021 വീണ്ടും പ്രശ്നങ്ങളുണ്ടായി. വീണ്ടും അമൃതയിൽ അഡ്മിറ്റായി. പക്ഷേ അത് ഓപ്പറേഷനൊന്നും വേണ്ടി വന്നില്ല. മെഡിസിൻസ് ബാക്കിയുള്ളത് ഇതുകൊണ്ട് അത് ഇപ്പോൾ കുഴപ്പമില്ല. ഇത്രയും 4 വർഷമായല്ലോ അതിനുശേഷം. എനിക്ക് പറയാനുള്ളത്, ഈ ഒരു ഈ ഭാരതത്തിൽ ഏകദേശം 1,10,000 ആളുകൾ ഇതിനു വേണ്ടിയിട്ട് അടിയന്തരാവസ്ഥയ്ക്ക് എതിരായിട്ട് സമരം ചെയ്ത് ജയിലിൽ പോയിട്ടുണ്ട്. കേരളത്തിൽ തന്നെ 10,000-ഓളം ആളുകൾ ജയിലിലായിട്ടുണ്ട്. എല്ലാവരും കേരളത്തിൽ പാലക്കാട് ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലത്തും ശരിക്കും മർദ്ദനം നടന്നത്. അതിക്രൂരമായിട്ടുള്ള മർദ്ദനങ്ങളാണ് പോലീസ് നടത്തിയത്. അപ്പോൾ ഇത് 2ാം സ്വാതന്ത്ര്യ സമരമായിട്ട് അടിയന്തരാവസ്ഥ സമരത്തെ ഗവൺമെൻറ് അംഗീകരിക്കണം, അനൗൺസ് ചെയ്യണം. അതാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം കണ്ടതിൽ. നമസ്തേ.